എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേഷ്യം വന്നിട്ട് ദേവയാനി നയനയോട് പറയുകയാണ്, നിനക്ക് ആദർശേട്ടൻ്റെ സങ്കടം മാത്രം കണ്ടാൽ മതിയോ? ബാക്കിയുള്ളവൻ്റെ സങ്കടം, ഹൃദയം പൊളിയുന്ന ഒന്നും നിനക്ക് കാണണ്ടല്ലോ എന്ന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനാമികയാണ് കാണിക്കുന്നത് കേട്ടോ. അനാമിക വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിൻ്റെ അമ്മായിയമ്മയുടെ പേരിൽ കുറേ സ്വത്തില്ലേ, അത് കുറച്ച് എഴുതി നിൻ്റെ പേരിൽ മേടിക്കാൻ വയ്യ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിലേക്കൊന്നും എത്താറായിട്ടില്ല അച്ഛാ. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ ഒരു കലഹം ഉണ്ടാക്കി അതൊന്ന് വെട്ടി പൊളിച്ച് 4 വഴിക്കാക്കണം, എങ്കിലേ എന്തെങ്കിലും നടക്കുകയുള്ളെന്ന് അനാമിക പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ്. ജാനകി ആ സങ്കടത്തെ കൂടി അജയനോട് പറയുകയാണ്. റൂമിനകത്ത് അനിയും അനാമിക മോളും തമ്മിൽ എന്നും വഴക്കാണ്. അവർ തമ്മിൽ ഒരു കുടുംബജീവിതം ആരംഭിച്ചിട്ടൊന്നും ഇല്ല. അനിയും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് സഹി കെട്ടപ്പോൾ മോൾ എന്നോട് തുറന്നു പറഞ്ഞു. പിന്നെ ദേവയാനി മുത്തശ്ശനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആദർശ് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് മുത്തശ്ശൻ എന്താ കൊല്ലുങ്ങാത്ത എന്താ എന്നാണ് ദേവയാനിയുടെ സംശയം. മുത്തശ്ശൻ പറയുന്ന മറുപടി, ഞാൻ ചന്തുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദർശ് ആ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് പറയുക. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, ആ തെറ്റ് അവൻ ചെയ്തിട്ടില്ല എങ്കിൽ പ്രൂവ് ചെയ്യാൻ വയ്യേ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുകയാണ്, ഇനിയിപ്പോൾ പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ ആ മോളുടെ അമ്മയായി നയനമോൾ മാറിക്കഴിഞ്ഞു. അവൾ ഒരിക്കലും ആ കുട്ടി വിട്ട് കളയുകയില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് ഓഫീസിൽ നിന്ന് വരുന്ന നയനയാണ് കാണിക്കുന്നത്. നയനയെ കാണുന്നതേ മോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. ആദർശിൻ്റെ മുഖത്ത് മോളോടുള്ള ആ ദേഷ്യം മാറി ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങൾ.